നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ വാർഷിക ശ്രാദ്ധമാണ്. ഇന്ന് അഷ്ടമിരോഹിണി ദിവസമാണ്. ഇന്ന് കാർത്തികയാണ് വാർഷിക ശ്രാദ്ധമായിട്ട് ആചരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഇവിടെ വഴിപാട് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് വന്നതാണ്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം. പിതൃക്കളുടെ പ്രീതിക്കായിട്ട് അതിവിശേഷമായിട്ടുള്ള വഴിപാടുകൾ നടക്കുന്ന, പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയാവുന്ന തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രവിശേഷങ്ങളും ഇവിടുത്തെ വഴിപാടുകളുടെ വിശേഷങ്ങളും പ്രതിഷ്ഠാ വിശേഷങ്ങളുമൊക്കെ നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും അതിപ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പ്രതിപാദിക്കാം. ഇവിടെ നമുക്ക് തിലഹോമവും പിതൃപൂജയും എല്ലാ ദിവസവും നടത്താവുന്നതാണ്. തിലഹോമത്തിനും പിതൃപൂജയ്ക്കും വളരെ വിശേഷമാണ്. പിതൃക്കളുടെ എല്ലാ മോക്ഷപ്രാപ്തിക്കും വേണ്ടിയിട്ട് ഈ വഴിപാടുകൾ ഇവിടെ ചെയ്യാം. ഒരു കാവുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഈ കാവ്, കന്നിമൂലയിൽ. പൂജ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസാദം അവിടെയാണ് ലഭിക്കുന്നത്. അവിടെ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം നമുക്ക് പ്രസാദം പിതൃക്കളെ ഊട്ടുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ കൊണ്ടുവന്ന് പിതൃപൂജ ചെയ്ത പിണ്ടസമർപ്പണം അല്ലെങ്കിൽ ചോറ് സമർപ്പിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണഭഗവാന്റെ ഗോശാലകൃഷ്ണ രൂപത്തിലുള്ള ചെറിയ ഉപദേവതാ ക്ഷേത്രമാണ്. അങ്ങോട്ട് ക്ഷേത്രക്കുളത്തിലേക്കും നക്ഷത്രവനം, യക്ഷിയമ്മ, ദുർഗാദേവി ക്ഷേത്രം ഇതിലേക്കൊക്കെ പോകേണ്ട വഴിയാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്താണ്. അവിടെയാണ് ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിൻ്റെ മുമ്പിലുമുണ്ട്. ഇവിടെ ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്ന് കുളിക്കാനുള്ള ക്ഷേത്രക്കുളമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വസ്ത്രം മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. യക്ഷിയമ്മ ദുർഗാദേവി ക്ഷേത്രം. വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് ഇരിക്കുന്ന ക്ഷേത്രമാണ്. യക്ഷിയമ്മ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദുർഗാദേവി തെക്കുവശത്തും അതിൻ്റെ തൊട്ടു വടക്ക് വശത്ത് യക്ഷിയമ്മയുടെയും ഒരു പ്രതിഷ്ഠയുണ്ട്. ഇതൊരു കാവ് പോലെ വളരെ ഭംഗിയായിട്ട് പരിപാലിച്ച് പോരുന്ന ഒരു സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കുവശമാണ്. കോമ്പൗണ്ടിന് വെളിയിലാണിത്. ഇവിടെയാണ് നക്ഷത്ര വൃക്ഷങ്ങൾ, 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. നക്ഷത്രവനം. അവിടെ പിതൃപൂജയുടെ പ്രസാദം കിട്ടും. ആ പ്രസാദം തൊട്ടതിന് ശേഷം ആ രസീത്, അവിടുന്ന് കിട്ടുന്ന രസീതുമായിട്ട് ഇവിടെ വന്ന് ചോറും പായസവും വാങ്ങിക്കുക. ചോറും
അല്പ പിതൃക്കൾക്ക് നൽകാനുള്ള ചോറും പായസവും കൂടെ അവിടെ കൊണ്ടുവന്ന് പീഠത്തിൽ സമർപ്പിക്കാം. വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ പിതൃപൂജയും തിലഹോമവും ഒക്കെ നടക്കുന്നത്. നിങ്ങളുടെ പിതൃക്കളുടെ തൃപ്തിക്കായിട്ട് ഇവിടെ വന്ന് പിതൃപൂജയും തിലഹോമവും ചെയ്യാവുന്നതാണ്. പൂജയുടെ പ്രസാദം ഇവിടെയാണ് ലഭിക്കുന്നത്. കാർമേഘങ്ങൾ അങ്ങനെ ഉരുണ്ടുകൂടി കിടക്കുന്ന നല്ല ഭംഗിയുള്ള കാഴ്ച. ഉത്സവത്തിനും മറ്റും എഴുന്നള്ളിച്ച് ഭഗവാനെ ഇരുത്തുന്നത് ഈ മണ്ഡപത്തിലാണ്, മുമ്പിൽ കാണുന്ന മണ്ഡപത്തിലാണ്. ചെമ്പ് പൊതിഞ്ഞ കൊടിമരമാണ് ഇവിടുത്തത്. ഇത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ, അതായത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു പ്രത്യേക ശ്രീകോവിൽ. ഇത് വട്ട ശ്രീകോവിലാണ്, വളരെ വലിയ ശ്രീകോവിലാണ്. ഇത്രയും വലുപ്പമുള്ള ശ്രീകോവിൽ, ഇത്രയും ചുറ്റുള്ള ശ്രീകോവിൽ സത്യത്തിൽ വലിയ ക്ഷേത്രങ്ങളിൽ പോലുമില്ല, മഹാക്ഷേത്രങ്ങളിൽ പോലുമില്ല. ഒറ്റ നിലയിലുള്ള വലിയ വൃത്താകൃതിയിലുള്ള വട്ട ശ്രീകോവിൽ. അവിടെ ഉപദേവതയായിട്ട് ഭഗവാന്റെ വലതുവശത്ത് ശിവഭഗവാനുമുണ്ട്. ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ബ്രഹ്മരക്ഷസ, മഹാവിഷ്ണു, യോഗീശ്വരൻ എന്നിവരെ ആൽത്തറയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ധ്യാനമന്ത്രം എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ ധർമ്മശാസ്താവാണ്. അതിലും പ്രത്യേകതയുണ്ട്. പ്രഭ എന്ന ഭാര്യയോടും സാത്വികൻ എന്ന മകനോടും കൂടിയാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അതും ഒരു പ്രത്യേകതയായിട്ടുള്ളത്, സാധാരണ പത്നി സമേതമായിട്ടിരിക്കുന്ന ഏത് ദേവതയാണേലും അത് വാമഭാഗം, അതായത് ഇടതുഭാഗത്ത് പത്നിയും വലതുഭാഗത്ത് പുത്രന്മാരും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് വലതുഭാഗത്താണ് പ്രഭ എന്ന പത്നിയുടെ സ്ഥാനം, ഇടതുഭാഗത്ത് സാത്വികൻ എന്ന പുത്രനും. സാത്വികൻ എന്ന പുത്രനെ ഒരു പക്ഷേ മടിയിൽ ഇരിക്കുന്ന എന്ന സങ്കല്പത്തിലായിരിക്കും, എന്നാൽ ഇവിടെ അത് ഇടതുവശത്താണ്, മടിയിൽ എന്നുള്ള സങ്കല്പത്തിലാണ്. സാത്വികൻ്റെയും സാത്വികൻ്റെയും ധർമ്മശാസ്താവിൻ്റെയും കഥ ഞാൻ എൻ്റെ കഥാസരിത്സാഗരം എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് നോക്കി കാണുക. ഇപ്പോൾ ഞാൻ തൃക്കുന്നപ്പുഴ കടൽ തീരത്താണ്. അപ്പോൾ ഇവിടെ ബലികർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കടൽ തീരത്ത് എവിടെയാണ് അമ്മയുടെ അസ്ഥി ഒഴുക്കിയത്. അപ്പോൾ ഈ ഓർമ്മ ദിനത്തിന് ഇവിടെയും കൂടെ വന്നു. ബലികർമ്മങ്ങളല്ല, ഇങ്ങനെ പിതൃപൂജയാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ ഈ കടൽ തീരത്തിൻ്റെ ദൃശ്യം, തൃക്കുന്നപ്പുഴ കടൽ തീരത്തിൻ്റെ ദൃശ്യഭംഗി, ഇത് എല്ലാം ഒരു ആത്മീയ യാത്രയാണ്, തീർത്ഥയാത്രയാണ്. കടൽ രാവിലെ നല്ല ഭംഗിയുണ്ട്.
ഇവിടെ കടൽ തീരത്ത് ഒരു ബലികർമ്മം ചെയ്യിപ്പിക്കാനായിട്ട് ഒരാളെ ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശമായിട്ടാണ് ബലികർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു 2 മിനിറ്റ് അവിടെ നിന്നപ്പം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബലികർമ്മങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെത്തുക, ബലികർമ്മങ്ങൾക്കായിട്ട് ഇവിടെ ഈ തൃക്കുന്നപ്പുഴ കടൽ തീരത്ത് വരാവുന്നതാണ്. വളരെ നല്ല സ്ഥലമാണ്. അങ്ങകലെ ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വീഡിയോ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ബോട്ടുകൾ ഇങ്ങനെ നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് അങ്ങനെ ഈ കടൽ തീരത്ത് ഇങ്ങനെ കടലിൻ്റെ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരത്ത് ഇതേപോലെ സൂം ചെയ്തതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവായിരിക്കും. എന്നാലും ഈ കാലത്ത് മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടുകളെ ഒന്ന് കാണിച്ചു. ഇതിപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശമാണ്. കിഴക്കുവശം. അപ്പം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വിശേഷവും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം മനസ്സിലായി. പ്രഭാ സത്യക സമേതനായിട്ടാണ് ധർമ്മശാസ്താവ് ഇവിടെ വിരാജിക്കുന്നത്. ഭയങ്കര ശക്തിയുള്ള, നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന, ഏത് വഴിപാടുകൾക്കും ശനിദോഷത്തിനും എല്ലാവിധ ആഗ്രഹ സാഫല്യത്തിനും ഇവിടെ വന്ന് ദർശനം നടത്താവുന്നതാണ്, വഴിപാടുകൾ നടത്താവുന്നതാണ്. കൂടാതെ പിതൃക്കളുടെ തൃപ്തിക്കായിട്ടും അവരുടെ മോക്ഷപ്രാപ്തിക്കും പ്രീതിക്കുമൊക്കെ ആയിട്ട് ഇവിടെ തിലഹോമം പിതൃപൂജയും ഒക്കെ നടത്താവുന്നതാണ്. കൂടാതെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സമീപത്തായിട്ടുള്ള കടൽപ്പുറത്ത് പോയി ബലികർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. എന്തായാലും അതിവിശേഷപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യവും ക്ഷേത്രത്തിൻ്റെ വഴിപാട് വിവരങ്ങളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം. തീർത്ഥയാത്രയിൽ അടുത്ത വീഡിയോയുമായി കാണാം. നമസ്കാരം.